റെയിൽവേ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. റെയിൽവേ കേൾക്കൂ പ്ലീസ്. റെയിൽവേ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ജലസേചന വകുപ്പിന്റെ കീഴിൽ 12 കിലോമീറ്റർ ദൂരമുള്ള തോടിന്റെ 1% മാത്രം വരുന്ന 117 മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ സ്ഥലത്ത് കൂടി ഒഴുകുന്നത്. റെയിൽവേ ന്യായീകരിക്കുകയല്ല, റെയിൽവേ പറഞ്ഞത് മാത്രം പറയുകയാണ്. മാലിന്യം തടയാൻ റെയിൽവേയുടെ പ്രദേശത്തേക്ക് കടക്കുന്ന തോടിന്റെ ഭാഗത്ത് ഇരുമ്പ് വലയും തുറന്ന വശത്ത് 13 മീറ്റർ ഉയരമുള്ള ഇരുമ്പ് വേലിയും സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മാലിന്യമിടാൻ കഴിയില്ല എന്നാണ് റെയിൽവേ പറഞ്ഞത്. അല്ല, ഞാൻ മനസ്സിലാക്കി. 2000 ഒരു നിങ്ങൾ ഈ പറഞ്ഞ ജലസേന വകുപ്പിന്റെ ഇറിഗേഷൻ വകുപ്പിന്റെ എല്ലാം പ്രസ്താവന നിങ്ങളിപ്പോൾ വായിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ടണലിനകത്ത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഇത് ഈ പറയുന്ന അവിടെ മെഷ് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതിൻ്റെ ഇപ്പുറത്ത് അവർ ബാക്കിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന്, പിന്നെ എങ്ങനെയാണ് ഈ ടണലിനകത്ത് ഈ വേസ്റ്റ് അടിക്കുന്നത്? ഈ ടണൽ എന്ന് പറയുന്നത് റെയിൽവേയുടെ സ്ഥലമാണോ? റെയിൽവേയുടെ സ്ഥലമാണല്ലോ ഈ ടണൽ. ഈ ടണലിനകത്ത് എങ്ങനെയാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂടിയത്? അത് നിങ്ങൾ മറുപടി പറയണ്ടേ. 2, നിങ്ങൾ വേറൊരു കാര്യം, ഈ റെയിൽവേയുടെ ഈ ടണലിനകത്ത് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കകത്തുള്ള വേസ്റ്റ് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭ കത്ത് കൊടുത്തു, കളക്ടറടക്കമുള്ള ആളുകൾ കത്ത് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ നിയമവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കരാർ ജീവനക്കാർ ഇറക്കിയിരിക്കുന്നത്. അതും കൂടെ എടുത്തൊന്ന് വായിക്കും. ആ ദിവസങ്ങളിലൊക്കെയും അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടറാണ് ടിൻഡു ദാസ്. അതിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പറയണം. ഞാനിവിടെ പോയിട്ടില്ല, അതിന്റെ അജ്ഞത എനിക്കുണ്ട്. അതുകൊണ്ട് ടിൻഡു ദാസിനെ ഒന്ന് ദയവായി വിളിക്കണം. ഉണ്ണികൃഷ്ണൻ തുറന്നോളൂ. ഉണ്ണികൃഷ്ണൻ, ഇവിടെ ശ്രീ കൃഷ്ണരാജ് ഇവിടെ സൂചിപ്പിച്ചു, ആ ടണൽ വരുന്ന റെയിൽവേ പ്രോപ്പർട്ടിക്കകത്താണ്. ആ ടണലിനകത്താണ് ചവർ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ആ ചവർ അടിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ഇത് പോകാത്തത്. ഇറിഗേഷന്റെ ഭാഗം അവർ വൃത്തിയാക്കി. നഗരസഭയുടെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രാഷ് ബൂം വച്ചിട്ട് ഏകദേശം 15ഓളം ട്രാഷ് ബൂമുകൾ ഇന്ന് വിവിധങ്ങളായിട്ട് എടുത്ത് നഗരസഭ മാത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ട്രാഷ് ബൂമുകളിൽ ചവർ വന്ന് അടിയുന്നത് മാറ്റാൻ എല്ലാ ആഴ്ചയും കൃത്യമായി നഗരസഭാ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ ആമഴിഞ്ഞാൻ തോടിലെ ചവറുകൾ മാറ്റുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ആമഴിഞ്ഞാൻ തോടിലെ ശ്രീകണ്ഠേശ്വരം വാർഡ് വരുന്ന സ്ഥലത്ത് മരിച്ചു കിടക്കുമ്പോൾ അവിടെ ആദ്യം കാണുന്നത് നഗരസഭാ ജീവനക്കാരാണ്. കാരണം 8 മണിക്ക് ജോലിക്ക് വന്ന ആളുകളാണ്. അവർ എല്ലാ ദിവസവും ആ ആമഴിഞ്ഞാൻ തോട്ടിലെ നഗരസഭയുടെ സ്ഥലത്ത് ചവർ മാലിന്യം മാറ്റുന്നുണ്ട്. ആ മാറ്റുന്നത് ഞങ്ങളല്ല പറഞ്ഞത്, അവിടുത്തെ നഗരസഭയല്ല പറഞ്ഞത്, അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അവിടെ ജനങ്ങൾ, നിങ്ങളെ മീഡിയാസിന് മുന്നിൽ ജനങ്ങൾ പറഞ്ഞു, ആ ചവറുകൾ കൃത്യമായി നഗരസഭ എല്ലാ ദിവസവും മാറ്റുന്നുണ്ട് എന്ന് അവിടുത്തെ ജനങ്ങളടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടേ നിങ്ങൾ കാണുന്നില്ല? നിങ്ങൾ ഈ പറയുന്ന ട്രാഷ് ഭൂമിനകത്ത് ചവർ അടിഞ്ഞുകൂടിയിട്ട് അതെല്ലാം നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് അങ്ങയോട് തന്നെ വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. 2023 നഗരം മഴയിൽ മുങ്ങിയപ്പോൾ ആമയിഴഞ്ചാൻ ശുചീകരിക്കാൻ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 25 കോടി സർക്കാർ അനുവദിച്ചു എന്നാണ്. എന്നിട്ട് ആ കോടികൾ ഒഴുകിപ്പോയത് എങ്ങോട്ടാണ്? അല്ല, നിങ്ങൾ ഈ കോടികളുടെ കണക്ക് ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിൽ അല്ല, ഞാൻ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചർച്ചയാണെന്ന് ആ റിപ്പോർട്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ റിപ്പോർട്ടർ ചർച്ചയിൽ പങ്കെടുക്കും ഇതേപോലെ തന്നെ വലിയ കോടികളുടെ കണക്ക് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഇത്ര കോടി കൊടുത്തു. എത്രയാണ് കേരളത്തിന് ഇങ്ങോട്ടേക്ക് കേന്ദ്രം തരേണ്ടതെന്നുള്ള കണക്കുകളൊക്കെ നമുക്കറിയാം. അത് നിങ്ങൾ ഈ പറയുന്ന കോടികൾ വെച്ച് അല്ലെങ്കിൽ കേന്ദ്രം കൊടുത്ത കണക്കുകൾക്ക് കോടികൾ വെച്ച് നിങ്ങൾ പറയണ്ട. കാരണം നമ്മുടെ GST വിഹിതം പോലും തരാൻ പോലും തയ്യാറാവാത്ത ഒരു സർക്കാർ കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആരും മറന്നു പോകരുത്. അത് മറന്നുപോയി. ഞാൻ അത് സൂചിപ്പിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരം നഗരസഭ വളരെ മാതൃകാപരമായി 2 ലക്ഷം രൂപ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ലക്ഷം രൂപ ഓരോ വാർഡുകളിൽ 2 ലക്ഷം രൂപ ഞങ്ങൾ കൃത്യമായി എല്ലാ വാർഡുകളും, അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ പോയിട്ടില്ല. അത് 2 ലക്ഷം കിട്ടിയത് ഒരേ 1 ലക്ഷം രൂപ മാത്രമല്ല. 2 ലക്ഷം പറയട്ടെ, ഞാൻ പറയട്ടെ താങ്കൾ പങ്കെടുത്ത കൗൺസിലാണ് തീരുമാനിച്ചത്.
1 ലക്ഷം രൂപ ആദ്യത്തെ ഗഡുവായി അല്ലല്ല ഞങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞില്ല ഞാൻ പറയട്ടെ അത് കഴിഞ്ഞ് നമ്മളെ കൗൺസിൽ ഞാനും താങ്കളും പങ്കെടുത്ത കൗൺസിൽ തീരുമാനിച്ചത് ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ കൊടുക്കുന്നു. 1 ലക്ഷം രൂപ കൊടുക്കുന്നു. അടുത്തത് ആ വാർഡിൽ വരുന്ന എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതും ഗഡു കൊടുക്കാൻ നഗരസഭ തയ്യാറാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം 2 ലക്ഷം രൂപ കൊടുത്തു. അതെന്തുകൊണ്ട് നിങ്ങൾ മറന്നു പോകുന്നു? ഒരു നിമിഷം ഞങ്ങളുടെ പ്രതിനിധി കഴിഞ്ഞ